സമൂഹത്തെ അപമാനിച്ച മീനാശ്ശേരി മനോഹരൻ മാപ്പ് പറയുക. LDP ജില്ലാ സെക്രട്ടറി രാജിവെക്കുക. UDP സിന്ദാബാദ്. ജില്ലാ സെക്രട്ടറി മീനാശ്ശേരി മനോഹരൻ രാജിവെക്കുക. LDP മുർദാബാദ്. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. ഇമാതിരി കോലം കെട്ടിലോണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. തോക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ കോലം. നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ചേച്ചി നോക്കണേ. പൊങ്ങട്ടെ. പോട്ടെ. പൊങ്ങട്ടെന്നേ. കുറച്ചുകൂടെ. കബീറെ ഒന്ന് ടേൺ ചെയ്തേ. ഇടത്തോട്ട്. എന്റെ KP എന്തൊരു എൻട്രി ആയിരുന്നു KP. നരസിംഹത്തിലെ ലാലേട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ അങ്ങോട്ട് കോരി തരിച്ചു പോയെന്നേ. ഒന്ന് പോ ചേച്ചി. പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടാൻ ആയല്ലോ ഫേസ് ഒക്കെ. പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട, ഫുൾ റോലുക്ക. എന്നാലും പാർട്ടി വിട്ടപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നു. വിളിച്ചിരുന്ന ഞാനും വന്നേനെ. അത് പിന്നെ നിക്കക്കല്ലിടപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി, ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, KPക്ക് വേണ്ടിയാ തുടിക്കുന്നത്. അച്ഛാ ഇതുവാടാ ആ ഫ്ലോ കളഞ്ഞ്. അച്ഛാ നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഏതോ ചാലുകാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ നാണമില്ലാത്ത ചിലരുണ്ട് ഇവിടെ. ക്യൂബയിലെ രഹസ്യതാമസം കൊണ്ട് ഒരു ഗുണമുണ്ടായി. നല്ലൊരു ന്യായീകരണ തൊഴിലാളിയെ വാർത്തെടുത്തു. എന്താ ഫിനിഷിങ്. ഉളുപ്പ് വേണം, ഉളുപ്പ് ദേ മേശപ്പുറത്തുണ്ട്. ഇത്തിരി കൂടുതൽ ഇട്ടോ, കുറച്ച് നന്ദി ഉണ്ടാവട്ടെ. നിർത്ത്. എടാ സുരേഷ്, നിനക്ക് സീറ്റ് കിട്ടുമോ? സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല LDPയിലുള്ളത്. അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. അപ്പൊ നിനക്ക് അവിടെ സീറ്റ് കിട്ടത്തില്ലേ എന്ന് ആര് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ 5ാം വാർഡിൽ തന്നെ. UDP സ്ഥാനാർത്ഥി KP സുനന്ദ. ഞാൻ മത്സരിക്കുന്ന അറിഞ്ഞ് നമ്മുടെ തെങ്ങോടി മറ്റേ പത്തോടി. ദൈവം എന്തൊക്കെ കാണും ദൈവമേ. അയ്യോ ദൈവം നിന്റെ കൂടെ നീനാക്കോശി LDPയിലേക്ക് വരുന്നത് കേട്ടല്ല, ശരിയാണോ? എന്റെ പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കണം. ഇതും കണ്ടുപോരുത്. അതല്ല, ഇത് ജയായിരിക്കുന്ന സാധനം കൂടെ. അച്ഛാ ചെങ്കുടി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ പപ്പടം എടുത്തേ. പാർട്ടിക്ക് പപ്പടം കുഴപ്പമില്ല, കുഴപ്പമില്ല, പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല. അവസാനം പപ്പടത്തിന്റെ അവസ്ഥ ആവരുത്. അങ്ങനെ ഇത് ചുമന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ. ശശിയേ ഇരിക്കും, താനെ പപ്സ് കഴിക്കും. എനിക്ക് പപ്സ് വേണ്ട. പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഓപ്പൊക്കെ എന്തായി? ഭംഗിയായിട്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ പാർട്ടി പിന്നിലാണ്. ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 14ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? എന്താ സംശയം? സഖാവ് ബിജോയ്. ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ. അത് കലക്കി. ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ പെൻഷനാണോ? സഖാവേ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയ്ക്ക് പാർട്ടി ആരെ നിർത്തുന്നു അവരുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബിജോയെ പോലുള്ളവരെ തോപ്പിച്ചാലേ നമ്മുടെ പാർട്ടി ഒരു പാഠം പഠിക്കൂ. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നിങ്ങളോട് ഇതിന് കാലം ചോദിക്കും സഖാവേ. പോട്ടെ. ലാൽ സലാം. ശശി സഖാവേ, സഖാവേ അവൻ പോണെങ്കിൽ പോട്ടെന്ന്. നമ്മൾ ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും. അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അമ്മാരാകുമ്പോൾ കൂലി ചോദിക്കും. വഴിയുണ്ട്.